ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസച്ച, ജോസ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. പാരമ്പര്യമനുസരിച്ച് ഈശോയുടെ അർത്ഥ സഹോദരനും സുവിശേഷമനുസരിച്ച് ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളുമായ വിശുദ്ധ യൂദാ തദ്ദേവൂസിനെ തിരുസഭ ഇന്ന് അനുസ്മരിക്കുമ്പോൾ ഈ വിശുദ്ധ കുരിശടിയിൽ യൂദാശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ദൈവാനുഗ്രഹത്തിന്റെ നല്ല ഓർമ്മകൾ. നാളിതുവരെ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകളാണ് ഈ തിരുനാൾ ദിവസത്തിൽ ഈ ആലയത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂദാശ്ലീഹായുടെ പ്രാർത്ഥനകൾ നൊവേന ചൊല്ലുമ്പോഴൊക്കെ നമ്മളിൽ സജീവമായി നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ കപ്പലിലേക്ക് കടന്നു വന്നപ്പോൾ വ്യക്തമായിട്ടും ഇനിയും ഒരുപാട് ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ. കൊച്ചനായിരുന്ന കാലത്ത് വെഞ്ചരിപ്പൊക്കെ നേരത്തെ നിർത്തി ഇവിടെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഓടി വരുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ ഈ കുരിശടിയെ കുറിച്ച് ഇവിടെ വന്ന് ബലിയർപ്പിച്ച് നൊവേനയിലെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ഇപ്പോഴും സജീവമായി നിൽക്കുമ്പോഴും ഈ പ്രദേശത്തെ നിങ്ങളെ ഓരോരുത്തരെയും ഈ കുരിശടിയോട് ഇടവകയോട് ബന്ധപ്പെടുത്തി കാണുമ്പോഴും ഒക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ഇതിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും എന്നുള്ള അവിടുത്തെ തിരുവചനം. യൂദാശ്ലീഹായെ കുറിച്ച് പാരമ്പര്യത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ്, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് എരേസ്യയിലെ രാജാവായിരുന്ന അബൂഖാദർ ഒരു രോഗം ബാധിച്ച് ക്ഷീണിതനായി കിടക്കുകയാണ്. അപ്പോ ക്രിസ്തു അല്ലെങ്കിൽ നസ്രായനായ യേശു അത്ഭുത പ്രവർത്തകനെ കുറിച്ച് അറിഞ്ഞ രാജാവ് തന്റെ സേവകന്മാരെ ഈശോയുടെ അടുത്തേക്ക് വിടുകയാണ്, വന്ന് തന്നെ സുഖപ്പെടുത്താനായിട്ട്. ഈശോ പറഞ്ഞു, ഞാൻ എന്റെ ശിഷ്യരിൽ ഒരുവനെ എന്റെ പക്കലേക്ക് അയക്കാം എന്ന് പറഞ്ഞു. അപ്പോ ആരെയും ഈശോ അയച്ചില്ല. പിന്നീട് പാരമ്പര്യമനുസരിച്ച് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും പെന്തക്കോസ്തായ്ക്കും ശേഷം എലൈസായിലെത്തി സുവിശേഷം പ്രഘോഷിക്കുന്ന യൂദാ തദ്ദേവൂസ് എരേസ്യയിലെ രാജാവിന്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചത് വഴി അദ്ദേഹം സൗഖ്യത്തിലേക്ക് കടന്നു വന്നുവെന്നും വലിയ ഒരു വിശ്വാസ സമൂഹം അവിടെ രൂപപ്പെട്ടു എന്നുള്ള ഒരു പാരമ്പര്യ കഥയും. തീർച്ചയായിട്ടും ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ ദൈവപുത്രത്വം തെളിയിക്കപ്പെട്ടത് പ്രധാനമായും രോഗശാന്തികളിലൂടെയാണ്. ശാരീരികവും മാനസികവുമായ വേദനകളുമായി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നവർക്കെല്ലാം അവിടുത്തെ വചനത്താൽ, അവിടുത്തെ കരസ്പർശത്താൽ സൗഖ്യം ലഭിച്ചു. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ പ്രിയ ശിഷ്യന്മാർ സുവിശേഷവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെയെല്ലാം രോഗശാന്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ക്രിസ്തു തന്റെ വചനത്തെ സ്ഥിരീകരിച്ചു. യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി യൂദാശ്ലീഹായോടുള്ള ഭക്തി അല്ലെങ്കിൽ വിശുദ്ധനോടുള്ള വണക്കം അല്ലെങ്കിൽ താല്പര്യം വർദ്ധിക്കാൻ കാരണമായ ഒരു സംഭവം, കൃത്യമായി പറഞ്ഞാൽ 2018 3 വർഷം മുമ്പ് ഒക്ടോബർ 28-ാം തീയതി 3-ാം വാർഷികമാണെന്ന് ഞാൻ പേഴുങ്കണ്ടം പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അവിടെ യൂദാശ്ലീഹായുടെ ഒരു വിശേഷിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ 10 ദിവസത്തെ ആഘോഷമായ യൂദാശ്ലീഹായുടെ തിരുനാൾ എല്ലാ വർഷവും. ഇപ്പോ ആ വർഷത്തെ ഞാൻ പേഴുങ്കണ്ടത്തിൽ ആദ്യത്തെ തിരുനാളാണ്. അപ്പോ
ഈ യൂദാശ്ലീഹായുടെ തിരുനാൾ ദിവസം 28-ാം തീയതി, പ്രധാന തിരുനാൾ ഞായറാഴ്ചയാണ്. പക്ഷെ 28-ാം തീയതിയിലെ തിരുനാൾ ദിവസത്തെ വിശുദ്ധ കുർബാനയും നൊവേനയും ഒക്കെ കഴിഞ്ഞ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഇടവകാംഗമായ ഒരു ചേട്ടൻ എന്റെ അടുത്ത് വന്നു. ആ ചേട്ടന്റെ പെങ്ങളുടെ മകളാണ്, വേറെ ഒരു ഇടവകയിൽ അംഗമാണ്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, ഇവരുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ യൂദാശ്ലീഹായുടെ രൂപത്തിന്റെ മുൻപിൽ ആ സഹോദരി മുട്ടിന്മേൽ നിന്നു. ഞാൻ സഹോദരിയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത ഇങ്ങനെ വരുവാണ്. യൂദാശ്ലീഹ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരാണെങ്കിൽ ഈ മകളെ ഈ നിമിഷം തൊട്ട് സുഖപ്പെടുത്താൻ യൂദാശ്ലീഹായുടെ മാതൃസഹായം വഴി സാധിക്കും എന്നുള്ളൊരു ചിന്ത. ആ ചിന്ത കൂടുതൽ തീക്ഷ്ണതയോടെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, പാപങ്ങൾ മോചിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും നീ ശിഷ്യർക്ക് നൽകിയ അധികാരം എനിക്ക് ലഭിച്ച പൗരോഹിത്യ അഭിഷേകത്തിലൂടെ ഈ സഹോദരിയുടെ മേൽ ഈ നിമിഷം നീ അനുഗ്രഹമാക്കി സൗഖ്യമാക്കി പകരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവർ പോയി. പിറ്റേ ദിവസം ഈ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ചു. ചേട്ടനോട് പറഞ്ഞു, പോകുന്ന വഴി, വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ കാഴ്ചയിലേക്ക് വലിയ വ്യത്യാസം വന്നു. പിറ്റേ ദിവസം കുർബാനയ്ക്ക് വന്നപ്പോ വലിയ വ്യത്യാസം. അതിന്റെ അടുത്ത ദിവസം തന്നെ ഏത് ചികിത്സയിലായിരുന്ന ആളുടെ ഡോക്ടറുടെ അടുക്കൽ ചെന്നു. പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതം. കാരണം 60% കാഴ്ച തിരിച്ചു കിട്ടി എന്ന്. ഒരു കണ്ണിന്റെ കാഴ്ച 20% ചുരുങ്ങിയത് ഇപ്പൊ 80% എത്തി എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. തിരുനാളിന്റെ അവസാനത്തെ ദിവസം അഭിനന്ദ പിതാവിന്റെ വിശുദ്ധ കുർബാനയായിരുന്നു. കുർബാനയ്ക്ക് ശേഷം, നൊവേനയ്ക്ക് ശേഷം ഈ മകള് വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി യൂദാശ്ലീഹായുടെ മധ്യസ്ഥം വഴിയാണ് തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത് എന്ന്. അതിന്റെ 3ാമത്തെ വാർഷികമാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷേ എന്റെ പൗരോഹിത്യ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. കാരണം പൗരോഹിത്യം സ്വീകരിക്കുന്ന വേളയിൽ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ഓരോ വിശുദ്ധ കുമ്പസാരത്തിലും അത് നിർവഹിക്കപ്പെടുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ദൈവത്തിന്റെ വലിയ കൃപ, രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേക പ്രാർത്ഥനയിലൂടെ അത് ലഭിച്ചതാണ്. അതിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ തിന്മയുടെ അരൂപിയുടെ മേൽ ക്രിസ്തുവിനുള്ള അതേ അധികാരം തന്നെ ഓരോ പുരോഹിതനും ഉണ്ട് എന്നുള്ളത് സത്യവും നിത്യവുമായ യാഥാർത്ഥ്യമാണ്. ഈ അധികാരത്തെ കുറിച്ചൊക്കെ ബോധ്യമുണ്ട്, അറിവുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായ അനുഭവമായി മാറുമ്പോഴാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ അത് അഭിഷേകമായി മാറുന്നത്. സ്നേഹമുള്ളവരെ, ആ സംഭവം പൗരോഹിത്യ ജീവിതത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയെ ഏതു രീതിയിലാണ് കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ പുതിയ ബോധ്യങ്ങൾ പകരാനും പുതിയ ജീവിത ദർശനത്തോടുകൂടി പൗരോഹിത്യത്തെ സ്നേഹിക്കാനും ജീവിക്കുവാനും യൂദാശ്ലീഹായുടെ മധ്യസ്ഥം വഴി ഇടയായി. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്നാണ്. സാധാരണഗതിയിൽ യൂദാശ്ലീഹായുടെ മധ്യസ്ഥം തേടി ആളുകൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട്. അതായത് ജോലി ലഭിക്കാൻ, വിവാഹ തടസ്സം മാറാൻ, മക്കളെ ലഭിക്കാൻ, കടബാധിതർ മാറാൻ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ, സാമ്പത്തികമായ ഉന്നമനം ലഭിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് വഴി ഫലസിദ്ധമാകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് യൂദാശ്ലീഹായ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തിരുനാളുകൾ നടത്തുന്നു, നേർച്ചകൾ നടത്തുന്നു ഒക്കെ ചെയ്യാറുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും അസാധ്യമായിട്ടുള്ള കാര്യം. അതായത് എത്രമാത്രം നമ്മൾ പഠിച്ചാലും, എത്രമാത്രം ജീവിതാനുഭവങ്ങൾ നമുക്ക് സ്വന്തമായാലും ഈശോയെ അറിയുക, ഈശോയുടെ സ്നേഹം അറിയുക, ആ സ്നേഹത്തിന് വേണ്ടി യൂദാശ്ലീഹായെ പോലെ സമ്പൂർണമായ ജീവിതം സമർപ്പിച്ച് ധീര രക്തസാക്ഷിയായി മാറുക എന്നുള്ളതാണ് മനുഷ്യബുദ്ധിയിൽ ഏറ്റവും അസാധ്യമായിട്ടുള്ള കാര്യം. ആ ഒരു വെട്ടം നമ്മളുടെ ഉള്ളിൽ വീഴണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രാർത്ഥനയുടെ, ഒരുപാട് തീക്ഷ്ണമായ ജീവിത സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം ആവശ്യമാണ്.
ദേവദാസ്നേഹായുടെ മാധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണ് ദൈവത്തിന്റെ വലിയ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നത്. നമ്മളിപ്പോൾ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന മറ്റാരോട് പറയാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക വേദനകളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ വ്യക്തമായിട്ടും നിയോഗമായി നമ്മൾ സമർപ്പിക്കണം. ഒപ്പം നമ്മുടെ ആത്മരക്ഷയെ കുറിച്ചുള്ള ചിന്ത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് ഈ തിരുനാൾ ദിവസം നമുക്ക് ഉണ്ടാവണം. യുദാശ്രീകാരിക്ക് ഉണ്ടായിരുന്ന ആ വലിയ ബോധ്യം അതാണ്. പാരമ്പര്യമനുസരിച്ച് യോസേഫ് പിതാവിന്റെ സഹോദരനായ അൽഫിയൂസിന്റെ മകനാണ് യുദാശ്രീക. ഇങ്ങനെയൊരു കഥയുണ്ട്. നസ്രത്തിലെ ഈശോ പരസ്യ ജീവിതകാലത്ത് നടക്കുന്ന സമയത്ത് യോസേഫ് പിതാവിന്റെ കുടുംബാംഗങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈശോയുടെ പ്രവർത്തനങ്ങളെ അവനെ കുറിച്ച് വലിയ സംശയാലുക്കളായിരുന്നു. യഹൂദര് പറഞ്ഞു വരുത്തി അവന് പിശാചുണ്ട്, പിശാച് ബാധിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ നടത്തുന്നത് മതനിന്ദയാണ്, ദൈവനിഷേധമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ യോസേഫ് പിതാവിന്റെ കുടുംബാംഗങ്ങൾ യൂദാസ്നേഹായെ ഈശോയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി വിട്ടതാണ്. എന്നാൽ ഈശോയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പോയ തന്റെ അർദ്ധ സഹോദരനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ യൂദാ തദേവൂസ് ഈശോയുടെ ശിഷ്യനായി മാറി എന്നുള്ളതാണ് ചരിത്രം. സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൈവത്തിന്റെ സ്വരം മാലാഖയുടെ രൂപത്തിൽ വന്നപ്പോ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോ സ്വർഗത്തിന്റെ ദൂത് ഗബ്രിയേൽ മാലാഖ ഇപ്രകാരം വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കാരണം നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ വലിയവനാണ്, അവൻ അത്യുന്നതൻ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് എലിസബത്തിന്റെ അടയാളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ലൂക്കാ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ദൂതൻ തന്റെ മംഗളവാർത്ത അവസാനിപ്പിക്കുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന്. അതായത് ദൈവത്തിന് ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനായി ജനിക്കുക എന്ന മനുഷ്യ സാധാരണമായ അസാധ്യമായ കാര്യം ദൈവത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മംഗളവാർത്തയുടെ സന്ദേശം അവസാനിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ആഘോഷത്തിന് ശേഷം നമ്മൾ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് ആവർത്തിച്ച് ഉരുവിടേണ്ടതും ഇതേ വചനം തന്നെയാണ്. എന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം വ്യാകുലങ്ങൾ എന്നെ അകറ്റിയാലും ജീവിതത്തെ കുറിച്ചുള്ള നിരാശയാണ് എന്നെ ചൂഴ്ന്നു നിൽക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ നാളെയെ കുറിച്ചുള്ള ആകുലതകൾ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിലും, എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ കഴിയുന്ന, എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള ബോധ്യം വചനം ഏറ്റുപറഞ്ഞ് പറയാൻ. അതായത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, എന്റെ പ്രതിസന്ധി എത്ര രൂക്ഷമാണെങ്കിലും, നാളെയെ കുറിച്ചുള്ള ആകുലതകൾ എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയാലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ വ്യക്തമായും യൂദാശ്ലീഹായിക്ക് സ്വന്തമായ ആ ദൈവാനുഭവം, ക്രിസ്തുവാനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സമർപ്പിക്കുന്ന നശ്വരമായ വസ്തുവാണ് അപ്പം, ഓസ്തി അല്ലെങ്കിൽ വീഞ്ഞ്. ആ നശ്വരമായ വസ്തു ജീവിക്കുന്ന ദൈവമായി മാറുന്ന വലിയ അപരിമേയമായ ദൈവശക്തിയുടെ പ്രകടനത്തിനാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നശ്വരമായ ഒരു വസ്തുവിനെ ജീവിക്കുന്ന ദൈവമാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ, ജീവിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നുള്ള വചനം പരിശുദ്ധ അമ്മയെ അല്ലെങ്കിൽ നസ്രത്തിലെ ആ ബാലികയെ ദൈവമാതാവാക്കി ഉയർത്തിയെങ്കിൽ ഇന്നും നമ്മളെയും ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പുത്തൻ അഭിഷേകത്തിന് സാധിക്കും. യുദാശ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിതാശ്രീഹായുടെ മാധ്യസ്ഥം വഴി ഏതെല്ലാം മേഖലകളിൽ അസാധ്യതകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നു, അവിടെയെല്ലാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ബോധ്യം നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. കാരുണ്യവാനായ കർത്താവ് പിതാശ്രീഹായുടെ മാധ്യസ്ഥം വഴി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.